സങ്കീർത്തന ഭാവം പ്രതീഷ് പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായ നൽകും. നമുക്ക് എല്ലാവർക്കും ദിവസം എഴുതി നിന്ന് സങ്കീർത്തന ഭാഗം വായിക്കാനായിട്ട് പ്രതീഷ് പാസ്റ്റർ മുന്നോട്ട് ക്ഷണിക്കുന്നു. ഇരുപത്തിയെട്ടാം സങ്കീർത്തനം, സാംസ് 28. 28-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിച്ചു നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. 28-ാം സങ്കീർത്തനം. സങ്കീർത്തനം 28. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചുകൊണ്ടു പോകരുതേ. അവർ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയും അവർ വിവേചിക്കായകൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായം ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. അടുത്ത 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവേ, തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷിക്തന് അവൻ രക്ഷാദുർഗം തന്നെ. നിന്റെ ജനത്തെ രക്ഷിച്ചു, നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ. അല്പസമയം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്തും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ഓർത്തും നന്ദിയോടുകൂടി ഒന്ന് സ്തുതിക്കുവാൻ കർത്തകരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ കരുണയും കൃപയും കരുതലും ഒന്നുകൊണ്ട് മാത്രമാണ്. എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതിയാകാത്ത വിധം ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് പകൽ അവയെ ഓരോന്നും ഓർത്തുകൊണ്ട് കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് ആഴത്തിൽ നിന്ന് ആത്മാർത്ഥമായി നമുക്കെല്ലാവർക്കും അല്പസമയം എന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കർത്താവിന് മഹത്വം, രാജാവിന് മഹത്വം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഞാനും നിങ്ങളും കണ്ടത് മാത്രമല്ല അവൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ കാണാതെയായുള്ള ഒരുപാട് ദൈവപ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ അറിയാത്തതായ ഒരുപാട് ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ആരോഗ്യത്തോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ബലത്തോടുകൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. ആ ദൈവത്തോട് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനുള്ള ആരാധന എന്ന് പറയുന്നത് അതാണ്. ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥമായി ദൈവപ്രവർത്തികളെ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന് അർപ്പിക്കുന്ന സ്തുതികൾ, അതാണ് ശരിയായ ആരാധന എന്ന് പറയുന്നത്. ആ ആരാധനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ വ്യത്യസ്തമാണ്. അവയ്ക്ക് വേണ്ടി അവയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഹൃദയം എത്ര നന്ദിയുള്ളതാണെന്നുള്ളത് ഇന്ന് പകൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. നമ്മുടെ ഒരു സ്തോത്രവും വെറുതെ ആയിരിക്കരുത്, നമ്മുടെ ഒരു സ്തുതികളും വെറുതെ ആയിരിക്കരുത്. അത് ദൈവത്തിൻ്റെ പ്രവർത്തികളെ ധ്യാനിച്ചുകൊണ്ട് മാത്രമുള്ളതായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം, മഹത്വം. രാജാവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രാജാവിന് മഹത്വം. നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം, ദൈവത്തിന് മഹത്വം. തിരുസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഞായറാഴ്ച ഞങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാൻ, ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവിന് നന്ദി പറയുവാനും ഒക്കെ ഞങ്ങൾക്ക് ആയുസ്സ് തന്നതിനായി, ആരോഗ്യം തന്നതിനായി, ദൈവകൃപ തന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. വളരെ അനർത്ഥങ്ങളും അപകടങ്ങളും നിറഞ്ഞതായൊരു ലോകത്തിൽ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു, ഞങ്ങളെ പരിപാലിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് സൂക്ഷിച്ചു. അവരുടെ സഞ്ചാര മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ കർത്താവ് കൂടെയിരുന്നു. ഞങ്ങളുടെ ഓരോരുത്തരെയും യാത്രകളിൽ, ജോലിയിലൊക്കെയും കർത്താവെ അവിടുന്ന് കൂടെയിരുന്നു. ഇന്ന് പകൽ ഞങ്ങളെല്ലാറ്റിനുമായി അങ്ങേക്ക് നന്ദി പറയുന്നു.
എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്ന അവിടുത്തെ വലിയ പ്രവൃത്തികളെ ഓർത്തുകൊണ്ട്, അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, അങ്ങയുടെ വലിയ കരുതലിനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് നിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആയുസ് കർത്താവെ നിനക്ക് വേണ്ടി, നിൻ്റെ നാമത്തിന് വേണ്ടി, നിൻ്റെ വചനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. തുടർന്നും ദൈവകൃപയും ഞങ്ങളെ നിറയ്ക്കുമാറാകണം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. പിതാവേ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സ്തോത്രം. എല്ലാവർക്കും ദൈവം ധരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയെയും ദൈവത്തിൻ്റെ കരുണയെയും കൃപയെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസന്മാർ, ദൈവമക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. സങ്കീർത്തന പ്രബോധനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. 28-ാം സങ്കീർത്തനമാണല്ലോ നാം വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. 28-ാം സങ്കീർത്തനത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എല്ലാ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കിയ ഒരു ദൈവഭക്തൻ ആ ദൈവത്തെക്കുറിച്ച്, തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച്, തൻ്റെ ശക്തിയെ വർണ്ണിക്കുന്ന വർണ്ണനകളാണ് ഈ സങ്കീർത്തനം 28-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ഈ സങ്കീർത്തനം ശരിക്കും ഇത് നമുക്കറിയാം, പാടുന്ന ഒരു സങ്കീർത്തനമാണ്, പാട്ടാണ്. ഈ പാട്ടുകളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നതൊന്നും എന്തല്ല, പാട്ടിനകത്ത് വളരെ കുറച്ച് ഡയറക്റ്റ് കാര്യങ്ങൾ, മെറ്റാഫോർസ് ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. പ്രതീകാത്മികമായിട്ടുള്ള പല വാക്കുകളും പ്രയോഗങ്ങളുമായിരിക്കും എവിടെ പാട്ടുകളിൽ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനങ്ങൾ മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് കുറേ മെറ്റാഫോർസ് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ആലങ്കാരിക പ്രയോഗങ്ങൾ നമുക്ക് സങ്കീർത്തന ഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മളാണിത് വായിച്ചു വിടുന്നത്. യഹൂദൻ ഇത് പാടുകയാണ് ചെയ്യുന്നത്. കാര്യം ഇത് പാട്ടാണ്. ശരിക്കും സങ്കീർത്തനം എന്ന് പറയുന്നത് അത് പാട്ടാണ്, പാട്ടിൻ്റെ രീതിയിൽ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. യഹൂദൻ അത് പാട്ട് പോലെയാണ് അത് പാടാറുള്ളത്. നമ്മളാണിത് വായിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കാറുള്ളത്. ഈ സങ്കീർത്തനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കണ്ടില്ലേ, നമ്മൾ പ്രതിവാക്യമായിട്ട് വായിക്കും. ചിലരിത് മത്സരിച്ച് വായിച്ച് തീർക്കാനുള്ള പോലെ ഒക്കെ പെട്ടെന്ന് വായിച്ചു വിടാറുണ്ട്. അത് ഞാൻ പറയാനുള്ള അതൊരു കോമൺ ഇതായിട്ട്, സത്യത്തിൽ അതല്ല വേണ്ടത്. ശരിക്കും നമ്മൾ സങ്കീർത്തനം വായിക്കും, നമ്മൾ പൊതുവെ പറയാനുള്ളൂ, ഒരുമിച്ച് വായിച്ചു പോകുമ്പോഴാണ് അതിന് എന്തുണ്ടാകുന്നത്, ഒരു കേൾക്കുമ്പോൾ ഒരു രസവും ഒരു സുഖമൊക്കെ ഉണ്ടാകുക. അങ്ങനെ പരമാവധി ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് കഴിയട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ സങ്കീർത്തനത്തിലെ പാട്ടിനകത്ത് സങ്കീർത്തനക്കാരൻ, ഇപ്പം നമ്മൾ ഈ വായിച്ച ഈ 28-ാം സങ്കീർത്തനത്തിനകത്ത് സങ്കീർത്തനക്കാരൻ ദൈവത്തെക്കുറിച്ച് പറയുന്ന പ്രയോഗം, മെറ്റാഫോറിക്കലായിട്ട് അവിടെ പറയുന്ന പ്രയോഗം എങ്ങനെയാണ്? ഞാൻ യഹോവയെ എന്തു ചെയ്യുന്നു? വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. സങ്കീർത്തനക്കാരൻ ദൈവത്തെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാ? പാറയായിട്ടാണ്. പാറ എന്ന പ്രയോഗത്തിലാണ് സങ്കീർത്തനക്കാരൻ ദൈവത്തെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ പാറ എന്ന പ്രയോഗം ശരിക്കും യഹൂദന്മാരുടെ ഇടയിൽ മാത്രമല്ല ദൈവത്തെ അവർ ഉപയോഗിച്ചിരുന്നത്. 1 ശമൂവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചു. 1 ശമൂവേൽ 2-ന്റെ 2-ാം വാക്യം. ഇവിടെ പറയാണ്, യഹോവയെ പോലെ പരിശുദ്ധനില്ല, നീ അല്ലാതെ ഒരുത്തനുമില്ലല്ലോ, നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല. ഇനി ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യം ഒന്ന് വായിച്ചേ. ആവർത്തനം, ഡ്യൂട്രോണമി 32. നോക്കിയേ, അവരുടെ പാറ അവരെ വിട്ടുകളയുകയും
യഹോവ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടല്ലാതെ ആ ഓക്കെ, ഇവിടെ നോക്കിയേ, അവിടെ പാറ എന്ന പ്രയോഗം യഹോവയെ കൂടാതെ ഉപയോഗിച്ചിരിക്കുകയാണ് അവിടെ, അല്ലേ? അവരുടെ പാറ അവരെ ഉപേക്ഷിക്കുക, അല്ലേ? അപ്പോൾ ഈ ഒരു പ്രയോഗം, പാറ എന്ന പ്രയോഗം യഹൂദന് മാത്രമായിരുന്നില്ല. അന്നത്തെ ആ യഹൂദ സംസ്കാരത്തിൽ നിലനിന്നിരുന്ന സമൂഹങ്ങളൊക്കെ അവരുടെ ഡീറ്റിയെ, അവരുടെ ദൈവസങ്കല്പത്തെയൊക്കെ ഈ പാറയ്ക്ക് സമാനതപ്പെടുത്തി അല്ലെങ്കിൽ തുല്യപ്പെടുത്തി പറഞ്ഞിരുന്ന് അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നിന്നായിരിക്കും ഈ ആദിവാസികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ആദിവാസികളൊക്കെ അവർ ഞങ്ങളുടെയൊക്കെ അവിടെ കണ്ണൂർ വില്ലേജ് ഏരിയയിലൊക്കെ ഈ പണിയ വിഭാഗം എന്ന് പറഞ്ഞ ഒരു ആദിവാസികളുണ്ട്. അവരുടെയൊക്കെ ഡീറ്റി എന്ന് പറയുന്നത് കല്ലാണ്. ശരിക്കും കല്ലുകൾ ഇങ്ങനെ കൂട്ടിവെച്ച് അതിനെയാണ് അവർ ആരാധിക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ പഴയ ആളുകൾ അതൊക്കെയാണ്, ഇങ്ങനെ പ്രകൃതിയെ ആരാധിച്ചിരുന്നവരൊക്കെ ഈ കല്ലുകളെ ഒക്കെയാണ് അവർ ആദ്യം ആരാധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പാറയെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് യഹൂദൻ്റെ മാത്രം പശ്ചാത്തലമായിരുന്നില്ല. അന്നത്തെ ചുറ്റുപാടുമുണ്ടായിരുന്ന ജാതികളായിരുന്നുള്ളൂ അവരുടെ ദൈവത്തെ പാറയെന്ന നിലയിലാണ് കണ്ടിരുന്നത്. എന്നാൽ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയാണ്, എൻ്റെ പാറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ജാതികൾ പറയുന്നത് പോലെയല്ല. ജാതികളുടെ പാറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊരു ഭാഗത്തുണ്ട്. അവയ്ക്ക് കണ്ണും കാതും ഒക്കെ അവർ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നുമില്ല, സംസാരിക്കുന്നുമില്ല. പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, എൻ്റെ പാറയായുള്ള യഹോവേ, അല്ലേ, നീ കേൾക്കാതിരിക്കരുതേ, നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ വേണ്ടി തന്നെ. ഇത് ഇവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് വിളിക്കുക, രണ്ട് കേൾക്കുക, അല്ലേ? വിളിക്കുക, കേൾക്കുക, രണ്ട് കാര്യങ്ങളാണ് പാറയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? വിളിച്ചിട്ട് കേൾക്കാതിരുന്നാലും, കേൾക്കുന്ന ഒരുവനുണ്ടായിട്ട് വിളിക്കാതിരുന്നാലും ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? കുഴിയിലിറങ്ങിയവനെ പോലെയുള്ളൊരു ജീവിതമായിരിക്കും അവന് ഉണ്ടാവുക. കുഴിയിലിറങ്ങിയെന്ന് വെച്ചാൽ എന്താണ്? സംസാരിക്കാൻ മറ്റ് ബന്ധങ്ങളില്ലാത്ത, ജീവനില്ലാത്തൊരു നിലവാരത്തിലേക്ക് മാറ്റപ്പെടുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരാളുണ്ട് എന്നുള്ളത് കൊണ്ട് ഉത്തരവാദിത്വം തീരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. പാറയെന്ന് പറയുന്ന അവിടെ ഉണ്ട്, പാറയൊന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്വം തീർന്നു എന്നല്ല. പിന്നെ എന്താ? എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. എന്താണ്? വിളിച്ചപേക്ഷിക്കാനായിട്ടുള്ളൊരു ഉത്തരവാദിത്വം, അല്ലേ? വിളിച്ചപേക്ഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം. ഇനി രണ്ടാമത്തെ ഭാഗമോ, പാറ നമ്മുടെ ശബ്ദം കേൾക്കാനും കൂടെ കഴിയണം. നമ്മുടെ ശബ്ദം കേൾക്കാനല്ലേ, വിളിച്ചാൽ മാത്രം പോരാ, അത് കേൾക്കാനായിട്ട് കഴിയണം. ഈ ഏദൻ തോട്ടത്തിൽ ദൈവം വന്ന് വിളിച്ചു, അല്ലേ? ദൈവം വന്ന് വിളിച്ചു, പക്ഷേ ആര് കേട്ടില്ല? മനുഷ്യൻ ആദ്യം വിളി കേട്ടില്ല. തിരിച്ച് കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ദൈവം മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ എന്നും ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്? മാറിപ്പോവുകയാണ്. ദൈവം മനുഷ്യനെ വിളിച്ചു ഒടുവിൽ ആ വിളി കൊണ്ട് കാര്യമില്ലെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ തിരിച്ചു വിളിപ്പിക്കാൻ പഠിപ്പിച്ചു. എങ്ങനെ? തൻ്റെ പുത്രൻ്റെ രക്തം മനുഷ്യവർഗത്തിന് വേണ്ടി ഊറ്റി തന്നിട്ട് വന്നു, ഇനി ഞാൻ നിങ്ങളെ വിളിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെ എന്ത് ചെയ്യണം? എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നൽകിത്തരേണ്ടതിന് വേണ്ടി എൻ്റെ നാമത്തിൽ എന്തപേക്ഷിച്ചാലും ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് നൽകിത്തരുമെന്ന് പറഞ്ഞ ഒരു പാറയായ ദൈവം എനിക്കും നിങ്ങൾക്കും ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. വിളി കേൾക്കാൻ കഴിയുന്നൊരു ദൈവം, പ്രവർത്തിക്കാൻ കഴിയുന്നവനായൊരു ദൈവം, സഹായത്തിന് വേണ്ടി കരം നീട്ടാൻ കഴിയുന്നവനായ ദൈവം, ആവശ്യങ്ങളിൽ അടുത്ത് വരാനായിട്ട് കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഈ പാറ എന്ന പ്രയോഗം അവിടെ ഉപയോഗിക്കാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തൻ്റെ ശക്തിയെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. തൻ്റെ മാറ്റമില്ലാത്ത ശക്തിയെ വെളിപ്പെടുത്താൻ, തൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ദൈവത്തിൻ്റെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ദൈവത്തിന് മാത്രമുള്ള കുറച്ച് സ്വഭാവങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ദൈവത്തെ ദൈവമെന്ന് വിളിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നറിയാമോ? ദൈവത്തിന് മാത്രമുള്ള ഗുണം, ദൈവത്തിന് മാത്രമുള്ള ഗുണം, മനുഷ്യന് കൊടുത്തിട്ടില്ലാത്ത, വേറെ ആർക്കും സ്വീകരിക്കാൻ പറ്റാത്ത ദൈവികമായ കുറച്ച് സ്വഭാവങ്ങൾ, ഗുണങ്ങളുണ്ട്. അതേതെന്നറിയാമോ? ദൈവത്തിൻ്റെ മാത്രമുള്ള ഗുണങ്ങൾ. പാപം ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ദൈവത്തിലാക്കേണ്ടതല്ല. ദൈവത്തിന് മാത്രമുള്ളൊരു സ്വഭാവം എന്ന് പറയുന്നത് കുറച്ച് സ്വഭാവങ്ങൾ.
അത് വിട്ടാൽ പോയി തീർന്നു. നിങ്ങൾ അതറിയത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടേ കാര്യമില്ല. ഒന്ന്, ദൈവം ആരാണ്? സർവശക്തിയുള്ളവനാണ് ദൈവം, അല്ലേ? ഓൾമൈറ്റി ദൈവം സർവശക്തിയുള്ളവനാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ദൈവം എന്ന് വിളിക്കുന്നത്. ആ സർവശക്തി ദൈവം ആർക്കും കൊടുത്തിട്ടില്ല, മനുഷ്യന് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ എത്ര പവിത്രനായാലും എത്ര സ്ട്രോങ് ആയാലും ആരാകാൻ പറ്റത്തില്ല, ദൈവമാകാൻ പറ്റത്തില്ല. കാര്യം ദൈവത്തിന് മാത്രമുള്ളതാണ് സർവശക്തി. അതുകൊണ്ടാണ് നമ്മുടെ ഏത് കാര്യങ്ങളിലും ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ സർവശക്തി. അടുത്തത് എന്താണ്? സർവ്വവ്യാപിയാണ് ദൈവം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഒമ്നി പ്രസൻസ് എന്നാണ് പറയുന്നത്. എല്ലായിടത്തും ആരുണ്ട്? ദൈവമുണ്ട്. എല്ലാത്തിലും ദൈവമുണ്ട് എന്നുള്ളതല്ല, എല്ലായിടത്തും ദൈവമുണ്ട്. പണ്ട് നമ്മുടെ ടോമിൻ തച്ചിങ്കരി പാട്ട് എഴുതിയപ്പോൾ നമ്മളൊക്കെ ഒരു സമയത്ത് പാടി നടന്നൊരു പാട്ടുണ്ട്. ഈ കാട്ടുമുല്ല പൂവിലുണ്ട് നമ്മുടെ, അല്ലേ? കേട്ടിട്ടില്ല അങ്ങനെ? നമ്മുടെ ശ്രീയേശു ഈ എന്നെ ആറ്റുവഞ്ചി കാട്ടിലും, അങ്ങനെയൊക്കെ, അല്ലേ? അങ്ങനെ അതായത് അങ്ങനെ പൂവിനകത്തിരിക്കുന്നതല്ല ദൈവം. പൂവിലും അതിനെ എന്താ പറയുന്നത് സർവ്വദൈവവാദം എന്നാണ് പറയുന്നത്. എല്ലാത്തിലും ദൈവമുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ എല്ലാത്തിലും ദൈവമില്ല. എല്ലായിടത്തും ആർക്ക് വരാം? ദൈവത്തിന് വരാം. പക്ഷേ എല്ലാറ്റിലും ആരില്ല? ദൈവമില്ല. അപ്പം ദൈവം ആരാണ്? സർവ്വവ്യാപിയാണ്. പിന്നെ ദൈവത്തിൻ്റെ പ്രത്യേകത അടുത്ത് എന്താണ്? സർവജ്ഞാനിയാണ്. എല്ലാം അറിയുന്നവൻ, എല്ലാ കാലത്തെക്കുറിച്ചും അറിയുന്നവൻ, സകലതും അറിയുന്നവൻ. നമുക്കത് ഇല്ലാത്തത് കൊണ്ടാണ് നാളെ എന്താകുമെന്നുള്ള പ്രശ്നം നമുക്കുണ്ടാകുന്നത്. നമുക്കാകെ അറിയാവുന്നത് ഇപ്പോൾ സംഭവിക്കുന്നതും ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ സമയം വരെ സംഭവിച്ചേ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നുള്ളൂ. അതിനടുത്ത മിനിറ്റ് എന്താണെന്ന് അറിയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആശങ്കകൾ വരുന്നത്. ആ ആശങ്കകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം പറഞ്ഞത്, ഞാൻ ആരാണ്? സർവശക്തനായ, അല്ലെ, സർവജ്ഞാനിയായ ദൈവമാണ്. എനിക്ക് നിങ്ങളുടെ നാളെ അറിയാം, അല്ലേ? നിങ്ങൾക്കൊരു പ്രശ്നത്തിൻ്റെ ആരംഭമേ അറിയത്തുള്ളൂ, പക്ഷേ എനിക്ക് ആ ആരംഭത്തിൽ തന്നെ അതിൻ്റെ അവസാനം എന്താണെന്ന് അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അപ്പോൾ ദൈവം സർവജ്ഞാനിയാണ്. അടുത്ത ഒരു ഗുണമാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മ എന്നുള്ളത്. ദൈവം ആരാണ്? അനന്യ. അതല്ലേ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, അല്ലേ? അവൻ ആരാണ്? യഹോവ, അല്ല, കർത്താവ് ഇന്നും എന്നും എന്നേക്കും ആരാണ്? അവൻ അനന്യനായ ദൈവം. അവന് പിന്നെ യാക്കോബിൻ്റെ ലേഖനത്തിലാണെന്ന് വായിക്കുന്നത് ഇങ്ങനെ, ഗതിഭേദത്താലുള്ള ആച്ഛാദനം ഇല്ലാത്തവനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കാലക്രമത്തിലുണ്ടാകുന്ന യാതൊരു മാറ്റങ്ങളും ബാധിക്കാത്തവനാണ് ആര്? ദൈവം. ആ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമുള്ള സ്വഭാവമാണ് ഈ മാറ്റമില്ലായ്മ എന്നുള്ളത്. ആ മാറ്റമില്ലായ്മയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പദമാണ് യഹോവ ആരാണ്? പാറയാണ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാകുന്നത്. എൻ്റെ ദൈവം ഇന്നും ഇന്നലെയും മാറ്റമില്ലാത്തവനായി തുടരുന്നവനായ ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ ദൈവം എങ്ങനെയായിരുന്നോ അതിനേക്കാൾ നല്ലായ രീതിയിൽ ചെയ്യാൻ കഴിയുന്നവനായൊരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നത് പോലെ, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കാത് എന്ത് ചെയ്തിട്ടില്ല? അന്ധമായിട്ടില്ല, അല്ലേ? കാണാൻ കഴിയാതെ വണ്ണം അവൻ്റെ കണ്ണ് എന്തായിട്ടില്ല? കുരുടായി പോയിട്ടില്ല. പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ കൈകൾ കുറുതായി പോയിട്ടില്ല. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി പണ്ടെങ്ങനെയായിരുന്നോ, പ്രപഞ്ചമുണ്ടായപ്പോഴെങ്ങനെയായിരുന്നോ, ഏത് വാക്കിനാലാണോ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്, ആ ദൈവത്തിൻ്റെ ശക്തി ഇന്നും അതുപോലെ നിൽക്കുന്നുണ്ട്. ഒന്നുമില്ലായ്മയിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിളിച്ചു വരുത്തിയവനായ ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതൊരാവശ്യങ്ങളിലും ഇറങ്ങി വന്നുകൊണ്ട് മാറ്റങ്ങളെ വരുത്താൻ കഴിവുള്ള സർവ്വശക്തിയുള്ളൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ആ ദൈവത്തിൻ്റെ മഹത്വമാണ് ഞാനും നിങ്ങളും അറിയേണ്ടത്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് നമ്മൾ അറിയേണ്ടത്. ഇനി ഇവിടെ സങ്കീർത്തനക്കാരൻ ഒരു ഫീല് പറയാണ് അവിടെ 1-ാം വാക്യത്തിൽ, കർത്താവേ നീ മിണ്ടാതിരുന്നാൽ പിന്നെ ഞാൻ എങ്ങനെയായി മാറും? ഒരു കുഴിയിലിറങ്ങുന്നവനെ പോലെ ആയിത്തീരും. ആ വാക്ക് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഒരു ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഉണ്ടെന്നിരിക്കട്ടെ നമുക്ക്. നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മുടെ കൂടെ കളിച്ച് വളർന്ന് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച് കോളേജിൽ ഒരുമിച്ച് പഠിച്ച് അങ്ങനെ ഒരുമിച്ച് വളർന്ന് എല്ലാം അറിയാവുന്ന ഒരു ഫ്രണ്ട് നമുക്കുണ്ടായിരുന്നിരിക്കട്ടെ. ആ ഫ്രണ്ട് ഒരു പോയിന്റിൽ ആ ഫ്രണ്ട് നമ്മളെ അങ്ങ് മറന്നെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഉപേക്ഷിച്ചെന്നിരിക്കട്ടെ, ആ ബന്ധം ഒന്ന് അകന്നു പോയെന്നിരിക്കട്ടെ.
അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ ഓരോ അതിപ്പോൾ ഫ്രണ്ടൊന്നും ആകണ്ട, നിങ്ങൾ ഏറ്റവും സ്നേഹിച്ച ഒരാളായിക്കോട്ടെ, ആ ബന്ധം ഒന്നും മുറിഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായൊരു അനുഭവമുണ്ട് അല്ലേ? ശരിക്കും അതെങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും? ഒരു കുഴിയിൽ വീണ പോലെ അല്ലേ? ഒരു ഏകാന്തമായ, ഒറ്റയ്ക്കായ അല്ലേ, തനിച്ചായിപ്പോയി എന്നുള്ള, ആരുമില്ലെന്നുള്ള അല്ലേ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ഫീല് നമുക്ക് മാനുഷിക ബന്ധങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇനി എൻ്റെ അടുത്ത ചോദ്യം, ദൈവത്തോടുള്ള ബന്ധത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമുക്ക്? കർത്താവേ, നീ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എന്നെനിക്ക് തോന്നിയിട്ട് ഞാൻ ഏകാന്തനായി തീർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു, നിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ട് എൻ്റെ ജീവിതമാകെ മാറിയിരിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടോ? ആരും കൈവക്കണ്ട. തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര തെറ്റാണ്. അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ കാര്യം എന്താ? അങ്ങനെ തോന്നാതിരുന്ന ഒരാൾ ഹാനോക്ക് മാത്രമേ ഉള്ളൂ. ഹാനോക്ക് ഉടലോടെ എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. കാര്യം ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ ദൈവത്തോട് കൂടെ നടന്നു, അതുകൊണ്ട് ദൈവം അവനെ എടുത്തതുകൊണ്ട് കാണാതെയായി. നിങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്നവരിൽ കൂടുതൽ ആളുകളെ ഇവിടെയുള്ളൂ, കുറവാരും ഇല്ല. ഞാനിത് പറയുന്നത് ഒരു തമാശയായിട്ട് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ എത്രത്തോളം അങ്ങനെ ആ ഒരു ബന്ധത്തെ കണ്ടിട്ടുണ്ട്. ദൈവമേ, നീ ഇല്ലാതെ ഇരിക്കുന്നത് കൊണ്ട്, നിന്നെ നിന്റെ അടുത്ത സാന്നിധ്യം അറിയാതിരിക്കുന്നത് കൊണ്ട് എനിക്കൊരേകാന്തത, ഒരു ബന്ധമകന്നു പോയ പോലെ, എനിക്കെന്തോ ഒരു നഷ്ടബോധം വന്നതുപോലെ, എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തോ വിലപ്പെട്ടത് പോയതുപോലെ എനിക്ക് ഫീലാകുന്നു എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പറയാണ്, ദൈവമേ, നീ എൻ്റെ പാറയാണ്, നീ എൻ്റെ ശബ്ദം കേൾക്കണമേ. ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ദൈവവുമായിട്ടുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒന്ന് ആകരുത്. അതാ ഞാൻ പറഞ്ഞു വരാൻ ഒരു പാറ അവിടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് എല്ലാമായി എന്നല്ല അതിനർത്ഥമായിരിക്കുന്നത്. ആ പാറയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴെല്ലാം ഉണ്ടോ അതിനടിസ്ഥാനത്തിലാണ് നമ്മുടെ ബന്ധം ദൃഢമാകുന്നത്, ദൈവസാന്നിധ്യം നമുക്ക് ആസ്വദിക്കുവാൻ കഴിയുന്നത്, അടുത്തറിയുവാനായിട്ട് കഴിയുന്നത്. അല്ലാതെയുള്ളവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കുഴിയിൽ വീണവരെ പോലെ എന്നുള്ളതാണ്. ആ പദത്തിന് ശരിക്കും എബ്രായ പദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കുഴിയിൽ വീണവരെ പോലെ എന്നുള്ളത് പാതാളത്തിൽ പോയതിന് തുല്യമെന്നാണ്. ആ വാക്ക് പാതാളത്തിന് തുല്യമായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മരിച്ച് കുഴിയിലടക്കപ്പെട്ടൊരു മനുഷ്യൻ്റെ പദമുണ്ടല്ലോ, അതിനുപയോഗിക്കുന്ന പദമുണ്ടല്ലോ, അതേ പദമാണ് എബ്രായ പദത്തിൽ ഈ കുഴിയിലിറങ്ങുന്നവരെ കുറിച്ച് എന്നുള്ള ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മരിച്ചു. ദൈവം മനുഷ്യനോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, ഈ പഴം തിന്നുന്ന നാളിൽ നീ എന്ത് ചെയ്യും? മരിക്കും അല്ലേ? മരിക്കും. ആ മരണത്തിന് തുല്യമായ ഒരു മരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധം മനുഷ്യന് നഷ്ടമാകുന്നു, ആ സാന്നിധ്യം നഷ്ടമാകുന്നു, ആ കൃപകൾ നഷ്ടമാകുന്നു, ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അന്യമായി പോകുന്ന ഒരനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്നു കാണുവാൻ സാധിക്കുന്നു. അങ്ങനാകരുത്. മാറ്റങ്ങളില്ലാതെ നിൽക്കുന്നവനായ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്യം നിന്നു പോകുവാൻ സമ്മതിക്കരുത്. അതിനുവേണ്ടിയുള്ളൊരു ഹൃദയവാഞ്ച, ഒരു തേങ്ങൽ, ഒരാഗ്രഹം എനിക്കും നിങ്ങൾക്കും ഉള്ളിലുണ്ടാകണമെന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, കർത്താവേ, നീ എൻ്റെ പാറയാണ്, ഞാൻ വിളിക്കുമ്പോൾ നീ എൻ്റെ പാറയാണ്, നീ കേൾക്കാതിരിക്കരുതേ, നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ. ഇനി അടുത്ത വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ എൻ്റെ കൈകളെ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ അല്ലേ. ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്തർമന്ത്രത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. സങ്കീർത്തനക്കാരൻ പറയാണ്. ഇനി ഇവിടെ ഈ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് ഇനി സങ്കീർത്തനക്കാരൻ വരികയാണ്. ഇവിടെ ദൈവത്തെ പാറയെന്ന് വിശേഷിപ്പിച്ചിട്ട് അടുത്ത ഭാഗത്ത് പറയാണ്, ഞാൻ നിൻ്റെ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് വന്ന് നിങ്ങളിലേക്ക് കൈകൾ ഉയർത്തുന്നു. ഈ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് പോകാനായിട്ട് പഴയ നിയമകാലഘട്ടത്തിൽ അനുവാദമുണ്ടായിരുന്ന ആർക്കേ ഉണ്ടായിരുന്നുള്ളൂ?
പുരോഹിതന് മാത്രം, അല്ലേ? പുരോഹിതന് മാത്രമാണ് വിശുദ്ധ മന്ദിരത്തിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധ അന്തർമന്ദിരത്തിലേക്ക് ഉണ്ടായിരുന്ന അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സാന്നിധ്യം കുറച്ചുകൂടെ അടുത്ത് ചെന്ന് അനുഭവിക്കുന്ന സങ്കീർത്തനക്കാരൻ പറയാണ്. ആദ്യത്തെ പറയുന്നത്, ദൈവമേ നീ പാറയായത് നിൻ്റെ സ്വഭാവത്തിൽ നീ എന്നോട് വിട്ടുമാറാത്ത അകലാത്തവനായി മാറ്റമില്ലാത്തവനായി തുടരുന്നു. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയാണ്, ദൈവമേ എനിക്ക് അങ്ങനെ മാത്രം നിന്നെ അനുഭവിച്ചാൽ പോരാ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്നുള്ളത് മാത്രം പോരാ, പിന്നെ എന്താ, എനിക്ക് ഇച്ചിരൂടെ അടുത്ത് നിന്നെ ഒന്ന് എന്ത് ചെയ്യണം, അനുഭവിച്ച് അറിയാനായിട്ട് കഴിയണം. ദൈവമന്ദിരത്തിലേക്ക് വന്ന് വിശുദ്ധ കൈകളെ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനയുള്ള ശബ്ദം കേൾക്കണമേ. അതായത് ഒരു പ്രോഗ്രസീവ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് എങ്ങനെയായിരിക്കണം? പ്രോഗ്രസീവായ ഒന്നായിരിക്കണം, വളർന്നു വരുന്ന മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരനുഭവം ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചോളം പലപ്പോഴും എങ്ങനെയാണെന്നറിയോ, അത് ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും? നിങ്ങൾ പറഞ്ഞു, ഞാൻ പറയുമ്പോഴല്ലേ തെറ്റുള്ളൂ, നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് കാണട്ടെ, എങ്ങനെയായിരിക്കും ആ ഗ്രാഫ്? നമ്മുടെ ഈ ഗ്രാഫ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിലെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അറ്റ്ലീസ്റ്റ് നേരെയെങ്കിലും ഉണ്ടാവുമോ ആർക്കെങ്കിലും? ഇങ്ങനെ നേരെയെങ്കിലും ഉണ്ടാവോ? അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഇല്ല, വളരെ കുറവാണ്. നമുക്ക് നേർരേഖ പോലും സൂക്ഷിക്കാൻ കഴിയാത്തവരാണ് നമ്മൾ. പിന്നെയാണ് പ്രോഗ്രസീവ് എന്നുള്ളത്, അല്ലേ? നമ്മൾ ഇങ്ങനെ നിൽക്കും, താഴോട്ട് പോവും, അല്ലേ? പിന്നെ നേർരേഖയ്ക്ക് മുകളിലോട്ട് പോവും, പിന്നെ അത് കഴിയുമ്പോൾ അതിനേക്കാളും താഴോട്ട് നമ്മൾ വരും, അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിതികളെന്ന് പറയുന്നത്. നമുക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളും കാണും അതിനകത്ത്. ഒരുപാട് അവസ്ഥകളുണ്ടാവും. നമ്മൾ പറയുമ്പം കർത്താവിന് ഇതൊക്കെ അറിയാൻ പാടില്ല എൻ്റെ അവസ്ഥ, ദൈവത്തിന് ഇതൊക്കെ, ഞാൻ ബലഹീനം, ഏഴയും പൊടിയും കൃമിയും, ഇതൊക്കെ ദൈവത്തിന് അറിയാൻ പാടില്ല. ഇതിനൊക്കെ കവിയുന്നൊരു ദൈവശക്തിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ടും നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ ഏഴയും പൊടിയും കൃമിയും ഒക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എപ്പോഴും നമ്മളതിൻ്റെ ശോധന ചെയ്താൽ മതി. അതിനെ ഞാൻ വിമർശിക്കാനായിട്ട് വിടുന്നില്ല. എന്നിൽ തന്നെ ഞാൻ ആ ഗ്രാഫ് വരച്ച് അവസാനിപ്പിക്കാം, നിങ്ങൾ വരയ്ക്കുക. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എനിക്കിവിടെ നിൽക്കാനായിട്ട് തോന്നുന്നില്ല. ദൈവമേ നീ അവിടാണ് ഒരു പാറയായി ഉണ്ടെന്ന് പറഞ്ഞ് അതിൽ മാത്രം അഹങ്കരിച്ച് നിൽക്കാനല്ല, നിൻ്റെ സാന്നിധ്യം എവിടെയാണോ അവിടേക്ക് വന്നെനിക്ക് നിന്നെ ഒന്നടുത്തറിയണം, നിന്നെ എനിക്കൊന്ന് നന്നായി മനസ്സിലാക്കണം. എനിക്ക് നിൻ്റെ സാന്നിധ്യം ആവാഹിച്ച് അല്ലെങ്കിൽ അത് എന്നിലേക്ക് പകർന്ന് എനിക്ക് നിന്നെ ആസ്വദിച്ചറിയാനായിട്ട് കഴിയണമെന്നാഗ്രഹിക്കുന്ന ഒരു സങ്കീർത്തനക്കാരൻ്റെ മനോഭാവമായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ക്രിസ്തീയ യാത്ര എന്ന് പറയുന്നത്. ഓരോ ദിവസവും ദൈവസാന്നിധ്യത്തിലേക്കുള്ള ഒരു പ്രോഗ്രസീവായ യാത്രയായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടുന്നത്. കാര്യം നമ്മൾ സിയോൻ യാത്രക്കാരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇല്ലേ, സിയോൻ യാത്ര ചെയ്യുന്നവർ സിയോനിലേക്ക് യാത്ര പോകുന്ന ഒരു സഞ്ചാരികളാണ് നമ്മളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരദേശികളായിരിക്കുന്നവർ, ഞാൻ ആദ്യം സംസാരിച്ചോലെ പരദേശികളാണ്. അന്യദേശത്തു നിന്ന് സ്വന്തം ദേശത്തിലേക്ക് യാത്ര ചെയ്യുന്ന പരദേശികളായ നമ്മുടെ യാത്ര എങ്ങനെയായിരിക്കണം? പ്രോഗ്രസീവ് ആയിരിക്കണം, വളരുന്നതായിരിക്കണം, മുൻപോട്ട് പോകുന്നതായിരിക്കണം, ഉയർച്ചയുള്ളതായിരിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന. ആ ദൈവ സാന്നിധ്യത്തിൻ്റെ അടുക്കിലേക്ക് എത്തുന്ന ഒരു ഭക്തനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞവസാനിപ്പിക്കുന്ന വാക്കുകളിലേക്ക് വരാം. 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷിക്തൻ അവൻ രക്ഷാദുർഗം തന്നെ. കണ്ടോ, ഉയർന്ന ഒരു അനുഭവത്തിലേക്ക്, ദൈവസാന്നിധ്യത്തിലേക്ക് ചെല്ലുന്ന സങ്കീർത്തനക്കാരൻ പറയാണ്. അവിടെ ചെന്നപ്പോൾ സങ്കീർത്തനക്കാരൻ ഒരു കാര്യം മനസ്സിലാക്കി, യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷിക്തന് അവൻ രക്ഷാദുർഗം തന്നെ. ഉണ്ടോ, നമ്മൾ ഈ പ്രയാസപ്പെടുന്നത് എപ്പോഴാണെന്നറിയാവോ? നമ്മൾ ബലഹീനരെന്ന് ചിന്തിക്കുമ്പോഴാണ്, അല്ലേ? നമുക്ക് നല്ല ബലവും എല്ലാ ചുറ്റുപാടുകളുണ്ടെങ്കിൽ നമുക്ക് പ്രയാസപ്പെടേണ്ടതുണ്ടോ? നമ്മൾ ആരെങ്കിലും നമ്മൾ വകവെക്കുമോ? അല്ലേ? നമുക്കെല്ലാ സംഗതികളും എല്ലാ ചുറ്റുപാടുകളും ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും വകവെക്കും? നമ്മൾ ആരെയും വകവെക്കത്തില്ല, അല്ലേ? നമുക്ക് ഈ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇല്ലായ്മകളും പ്രയാസങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നതോ ദൈവം വേണമല്ലോ എന്നെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരനോട് പറയാണ്, ദൈവസാന്നിധ്യത്തിലേക്ക് പ്രോഗ്രസീവായി വളർന്നുകൊണ്ട് ദൈവസാന്നിധ്യത്തിലേക്ക് ചെല്ലുന്ന ഒരു ഭക്തനെക്കുറിച്ച് പറയാണ്, യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു. നിങ്ങളുടെ കൈയും ശക്തിയും കഴിവുമല്ല അവിടെ പ്രയോജനമായി നിൽക്കുന്നത്, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവമുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ ബലമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ടല്ലേ, നമുക്ക് ജയത്തിന് കുതിര എന്താണ്?
വ്യർത്ഥമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജയിക്കാൻ കുതിരയുണ്ടെന്നുള്ളത് കൊണ്ടൊന്നും ജയം അവിടെ പ്രസക്തമായ കാര്യമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ബലമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പകൽ എൻ്റെ പ്രിയരെ, എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൻ്റെ എനിക്കും നിങ്ങൾക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത, അശക്തരെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അങ്ങനെ തന്നെയാണ് മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവസാന്നിധ്യത്തോട് അടുത്ത് നിൽക്കുന്ന ഭക്തൻ പറയാൻ കഴിയും, യഹോവ എൻ്റെ ബലം, എൻ്റെ ജീവൻ്റെ ബലം അവനാണ്. ഞാൻ എന്തിനു പേടിക്കണം? ഞാൻ ആരെ പേടിക്കണം? ജീവൻ്റെ ബലമായിരിക്കുന്ന യഹോവയിൽ ആശ്രയം വെക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നെങ്കിൽ ആ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ മഹൽ പ്രവൃത്തികളെ കാണുവാനായിട്ട് കഴിയുന്നത്. തൻ്റെ ജനത്തിന് ബലം നൽകുന്നവനായൊരു ദൈവം, തൻ്റെ ജനത്തെ ബലത്തോടെ നടത്താൻ കഴിയുന്നവനായ ദൈവം. ഇസ്രായേൽ മക്കളുടെ യാത്ര നിങ്ങൾക്കറിയാലോ. അവർ ചപ്പാത്തിയും പൊറോട്ട ഉണ്ടാക്കി ഒന്നും ജീവിച്ചവരല്ല. അവരുടെ മരുഭൂമിയിലെ യാത്രയിൽ ദൈവം അവർക്ക് വേണ്ട മല്ലന്മാരുടെ ഭക്ഷണം കൊടുത്ത് അവരെ പോഷിപ്പിച്ച് നടത്തിയവനായൊരു ദൈവത്തെയാണ് അവർ ആസ്വദിച്ചത്, അനുഭവിച്ചത്. ആ ജീവിതയാത്രയുടെ ഫോളോവേഴ്സാണ് ഞാനും നിങ്ങളും. ബലം നൽകി അനുഗ്രഹത്തോടെ നടത്താൻ കഴിയുന്ന സർവശക്തനായൊരു ദൈവം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ആ ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല, ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അസ്തമിച്ചിട്ടില്ല, ആ ദൈവത്തിൻ്റെ കരത്തിൻ്റെ ബലം കുറഞ്ഞു പോയിട്ടില്ല. അവൻ അസാധ്യമായതൊന്നും എനിക്കും നിങ്ങൾക്കും മുൻപിൽ ഇല്ലെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞ് ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലുവാനായിട്ട് കഴിയട്ടെ. ദൈവകൃപയോടെ നമുക്ക് അടുക്കുവാനായിട്ട് കഴിയട്ടെ. ഒടുവിലെ വാക്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കാം. ഇങ്ങനെയാണ്, നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ, അവരെ മേയിച്ചെന്നേക്കും അവരെ വഹിക്കണമേ. കണ്ടോ, ദൈവസാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭക്തനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവരെക്കുറിച്ച് അവരെ മേയ്ക്കുന്ന ഒരു ദൈവമുണ്ട്, അല്ലെ? അവരെ മേയിച്ച് നയിക്കണമേ എന്ന് പറഞ്ഞു. 23-ാം സങ്കീർത്തനം മുഴുവൻ ഒരാടിൻ്റെ ജീവിതത്തോട് ഉപമിച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നതാണ്. അവിടെ ഒരു ഇടയൻ എങ്ങനെ ഒരു ആടിനെ മേയിച്ച് കൊണ്ട് നടക്കുന്നു എന്നുള്ളത്, അല്ലേ? ആടിന് തനിയെ സഞ്ചരിച്ച് പലതും കണ്ടെത്താൻ പറ്റും, പക്ഷെ മുന്നിലെ അപകടങ്ങളെ കാണാൻ അതിന് കഴിവില്ല, അതിൻ്റെ മുന്നിലെ പ്രതിസന്ധികളെ കാണാനുള്ള കഴിവില്ല. തീറ്റ മാത്രം കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ തീറ്റ മാത്രം ആകർഷിച്ചു പോകാനായിട്ടുള്ള കഴിവേ ആടിനുള്ളൂ. പക്ഷേ ഇടയൻ അങ്ങനെയല്ല. ഇടവും വലവും നോക്കിയിട്ട് ജീവിതത്തിന് മുൻപിൽ വരാമാകുന്ന എല്ലാ പ്രതിസന്ധികളെയും കണ്ടിട്ട് മുന്നേ നടക്കുന്ന ഒരു നല്ല ഇടയനായ ദൈവം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ആ ദൈവം നമുക്ക് മുൻപിലുള്ളത് കൊണ്ട് കൂരിരുൾ പാതയിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാം. നമുക്ക് മുൻപിൽ ഒരു ഇടയനുണ്ടെന്നുള്ള ആ ബോധ്യം, ആ വിശ്വാസം, ആ ധൈര്യമാണ് നമ്മളെ നടത്തേണ്ടത്. വിശ്വാസ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഹൃദയത്തെ ഉറപ്പിച്ചുകൊണ്ട് പറയായിരിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമാക്കി ജീവിക്കാൻ കഴിയട്ടെ. നമ്മൾ ഒന്ന് വരുന്ന ലേഖനം 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്, നമ്മളെയും അനുഗമിക്കുന്ന ഒരു പാറയായ ക്രിസ്തു ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇസ്രായേൽ മക്കളെ അനുഗമിച്ചിരുന്നൊരു പാറയായിരുന്നെങ്കിൽ നമ്മളെയും അനുഗമിക്കുന്ന ഒരു പാറയുണ്ട്. ആ പാറയെ നോക്കിയിട്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഒരാശ്രയവും നമ്മിലല്ല, എല്ലാം നമ്മുടെ കർത്താവിലായിരിക്കട്ടെ. കർത്താവിനാൽ അസാധ്യമായതൊന്നുമില്ല, അവൻ്റെ പ്രവൃത്തികൾക്ക് തുല്യമായതൊന്നുമില്ല. അവനെപ്പോൾ മഹത്വാനായ മറ്റൊരുവനില്ല, അവനെപ്പോൾ ആരാധ്യനായ ഒരുവനില്ല. അവൻ്റെ പ്രവൃത്തികളെപ്പോൾ വലിയ പ്രവൃത്തികൾ മറ്റൊരുവർക്കും ചെയ്യാനായിട്ട് കഴിയില്ലെന്നുള്ള വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ആ വിശ്വാസത്തിൽ കർത്താവിനുള്ള ഭക്തി മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ഈ സങ്കീർത്തനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സമയം അനുവദിച്ചുന്ന ദൈവദാസനും സഭയോട് നന്ദി അറിയിച്ച് കർത്താവിന് സന്നിധിക്കുന്നു. ദൈവം നമ്മെ അവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.